നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിന് തടസ്സമായി നിൽക്കുന്നത് പ്രമുഖ താരങ്ങളുടെ പരിക്ക് തന്നെയാണ്. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇപ്പോഴിതാ കിലിയൻ എംബാപ്പയുടെയും ജൂഡ് ബെല്ലിംഗാമിൻ്റെയും കാര്യത്തിൽ ചില പോസിറ്റീവ് വാർത്തകൾ പുറത്തേക്ക് വരുന്നു. അതായത് ഈ രണ്ട് താരങ്ങളും മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയുള്ള യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരം കളിച്ചേക്കും. അതായത് ഈ ബുധനാഴ്ച നടക്കുന്ന ആദ്യ പാദമല്ല, അതിനുശേഷം മാർച്ച് 17 നടക്കുന്ന രണ്ടാം പാദ മത്സരത്തിൽ ഇവർ രണ്ടുപേരും കളിച്ചേക്കുമെന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മളതിലെ വിശദമായ വിവരങ്ങളൊന്ന് പരിശോധിക്കുകയാണ്. അതിൽ പറയുന്നത്, എംബാപ്പയുടെ കാര്യത്തിൽ അദ്ദേഹം പാരീസിലേക്ക് പോയി അദ്ദേഹത്തിൻ്റെ കാൽമുട്ടിന് ട്രീറ്റ്മെൻറ്റ് എടുത്തപ്പോൾ വളരെ നല്ല രൂപത്തിൽ റിക്കവർ ചെയ്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഫസ്റ്റ് ലെഗ് തന്നെ കളിക്കാം, ബുധനാഴ്ച നടക്കുന്ന മത്സരം തന്നെ വേണമെങ്കിൽ കളിക്കാം. പക്ഷേ സെക്കൻഡ് ലെഗിൽ കളിപ്പിച്ചാൽ മതി, അതുവരെ വെയിറ്റ് ചെയ്യാം എന്നുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഒരു പ്രിക്കോഷൻ്റെ ഭാഗമായി അത്തരമൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നതെന്ന് ഡിയാരിയോ AS ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ AS ഒരു കാര്യം കൂടി പറയുന്നത്, റയൽ മാഡ്രിഡ് ആർ ഡൂയിങ് എവറിത്തിങ് ടു ഹാവ് ബോത്ത് ജൂഡ് ബെല്ലിംഗാം ആൻഡ് കിലിയൻ എംബാപ്പെ റെഡി ഫോർ ദി സെക്കൻഡ് ലെഗ് അഗെയിൻസ്റ്റ് മാഞ്ചസ്റ്റർ സിറ്റി. രണ്ടാം പാദ മത്സരത്തിൽ സിറ്റിക്കെതിരെ കളിക്കാൻ വേണ്ടി ഈ രണ്ടുപേരെ ഇറക്കാനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ് റയൽ മാഡ്രിഡ്. അപ്പോൾ ശുഭവാർത്തയാണ്. ഇനി അവർ നീണ്ടകാലം പുറത്തിരിക്കില്ല. ആദ്യ ലെഗിൽ അവർ കളിച്ചില്ലെങ്കിലും ഒരു പക്ഷേ രണ്ടാം ലെഗിൽ രണ്ടുപേരും കളിക്കളത്തിലേക്ക് ഇറങ്ങാനാണ് സാധ്യത. എത്തിഹാദിൽ പോകുമ്പോൾ അവരുടെ സാന്നിധ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ മാർക്ക ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അൽവാരോ ആർബിലോവ ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നത് തിയാഗോയെയും അതുപോലെ ഫെർലാൻ മെൻഡിയെയും സിറ്റിക്കെതിരെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. കമവിംഗയും കരേറസും ബെഞ്ചിലിരിക്കാനാണ് സാധ്യത ഫസ്റ്റ് ലെഗിൽ എന്ന വാർത്ത കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അത് മാർക്കയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ ഈ ഒരു സിറ്റിക്കെതിരെയുള്ള മത്സരത്തിന് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഇറങ്ങുക. ആദ്യ പാദം അങ്ങ് കടന്നു പോവുക, രണ്ടാം പാദം മത്സരം എവേ മത്സരമാണ്. അപ്പോൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും. അവിടെ കിലിയൻ എംബാപ്പയെയും ജൂഡ് ബെല്ലിംഗാമിനെയും ഒക്കെ മടക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് പ്ലാന്. അതേസമയം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ആദ്യപാദ മത്സരത്തിൽ യെല്ലോ കാർഡ് കിട്ടിയാൽ രണ്ടാം പാദ മത്സരം കളിക്കാൻ പറ്റാതാവുന്ന ചില താരങ്ങളുണ്ട്. അതും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വിനീഷ്യസ്, ഷൂമനി, ഹുയ്സൻ, കരേറസ് ഇവർക്കൊക്കെ യെല്ലോ കാർഡ് കിട്ടിയ അടുത്ത കളി നഷ്ടമാകുന്ന സ്ഥിതിവിശേഷം, രണ്ടാം പാദം നഷ്ടമാകും. ഇത് തന്നെയാണ് സിറ്റിയുടെ ഭാഗത്ത് സാവിഞ്ഞോക്കും നിക്കോ ഒറീലിക്കുമുള്ളത്. അപ്പോൾ ഈ താരങ്ങളെയൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.